ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലൈസൻസ് എക്സ്പയർ ആവുന്നത് അറിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ തുകയുടെ ഭാരിച്ച ഉത്തരവാദിത്വവും അതുകൊണ്ടാകുന്ന പ്രയാസങ്ങളും എക്സ്പയർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മോട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റന്റ് വെഹിക്കിൾ ഓഫീസർ ആയിട്ടുള്ള ഷൈജിൻ സാറാണ്. സർ, നമ്മൾ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ ലൈസൻസ് പൊതുവെ ശ്രദ്ധിക്കാറില്ല. ബേഡ്ജുള്ള ആളുകളൊക്കെ 5 വർഷം കൂടുമ്പോൾ പുതുക്കും. അപ്പോൾ ഈ ഒരു പ്രയാസം എങ്ങനെയാണ് നമുക്ക്? അതായത് കണ്ടുവരുന്നത് പ്രൈവറ്റ് വാഹനം ഓടിക്കുന്ന ആളുകൾ സ്വയം ഡ്രൈവറാണ് എന്ന് തിരിച്ചറിയാറില്ല. പലപ്പോഴും ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ, ബസ്, ടാക്സി, ഓട്ടോറിക്ഷ ഇതൊക്കെ ഓടിക്കുന്ന ആളുകൾ മാത്രമാണ് ഡ്രൈവർ എന്നാണ് ആളുകളുടെ പൊതുവെയുള്ള ധാരണ. എന്നാൽ അങ്ങനെയല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ആളുകളും ഡ്രൈവർമാരാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളപ്പോൾ മാത്രം വാഹനം ഓടിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് തരുന്നത് നിങ്ങൾക്ക് ജീവിതകാലത്തേക്കാണ്. ഈ ലൈസൻസ് നമ്പർ ഇനി മാറാൻ പോകുന്നില്ല. പക്ഷേ ആളുകളുടെ പ്രായത്തിനും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ തരത്തിനും അനുസരിച്ച് ഇതിന് വാലിഡിറ്റി ഉണ്ടാവും. ഇതിനൊരു പ്രത്യേക കാലാവധി വെച്ചിട്ടാണ് ഇത് തരുന്നത്. മിക്കവാറും ട്രാൻസ്പോർട്ട് ലൈസൻസുകളൊക്കെ 5 വർഷത്തേക്കാണ് ട്രാൻസ്പോർട്ട് ലൈസൻസുകൾ തരുന്നത്. എന്നാൽ നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസ്, പ്രൈവറ്റ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് ആളിൻ്റെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ വാലിഡിറ്റി മാറും. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാറില്ല. പൊതുവെ ലൈസൻസ് നിയമപ്രകാരം ആദ്യമായി കൊടുക്കപ്പെടുന്നത് ഒന്നെങ്കിൽ 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 40 വയസ്സ് ഏതാണോ ആദ്യം എന്നുള്ളതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം 20 വർഷത്തേക്ക് കിട്ടിയ ലൈസൻസ് 20 വർഷം കഴിഞ്ഞു പോയി എന്ന് ഇനിയും ഒരു 4 വർഷം കഴിഞ്ഞ് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെടുമ്പോൾ മാത്രം അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ലൈസൻസ് 20 വർഷത്തേക്ക് തരുമ്പോൾ അത് ഈ പീരീഡ് നമുക്ക് ഓൾറെഡി നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ട് 20 വർഷം കഴിയുന്നത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. വളരെയേറെ അത് വലിയൊരു പ്രശ്നമായി മാറാറുണ്ട്. കാരണം സാധാരണഗതിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന അയാളുടെ വിശ്വാസത്തിൽ അയാൾ വാഹനം ഓടിച്ചു പോകുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയറായി പോകും. എപ്പോഴെങ്കിലും ഒരു ചെക്കിങ്ങിൽ പിടിക്കപ്പെടുന്ന സമയത്ത് ലൈസൻസ് പരിശോധിക്കുമ്പോഴാണ് അവരത് അറിയുന്നത്. അതും വലിയൊരു പ്രശ്നമല്ല, ഒരു ചെറിയ ഫൈൻ അടച്ചു തീർക്കാവുന്ന. എന്നാൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഇയാളത് തീർന്നു പോയി നിൽക്കുന്നത്, അതായത് വാലിഡിറ്റി കഴിഞ്ഞൊരു ലൈസൻസാണ് ഇയാൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അത് ലൈസൻസ് ഇല്ലാത്തതായിട്ടാണ് നിയമത്തിൽ അതിന് കാണിക്കുക. അതായത് പൂർണ്ണമായിട്ടും യാതൊരു യോഗ്യതയും ഇല്ല, വാഹനം ഓടിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളായിട്ടാണ് അയാൾ കണക്കാക്കപ്പെടുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഇൻഷുറൻസ് ബാധ്യത മുഴുവനായിട്ടും ഈ ഡ്രൈവറും ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനും കൂടി ഏൽക്കേണ്ടതായിട്ട് വരും. അത് വലിയൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ചിലപ്പോൾ അപകടങ്ങൾക്കുണ്ടാവുന്ന നഷ്ടപരിഹാരമൊക്കെ വലിയ തുകകളായിരിക്കാം. അപ്പോൾ ആ തുക ഇൻഷുറൻസ് കമ്പനി അത് നികത്തണമെന്നുണ്ടെങ്കിൽ ഓടിക്കുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. അങ്ങനെ വരുന്ന സമയത്ത് ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആൾ വലിയ ബാധ്യതകളിലേക്ക് പോകാനുള്ള സാധ്യത. ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ലൈസൻസ് എക്സ്പയർ ആയി, അതെ, എങ്ങനെയാണ് പുതുക്കേണ്ടത്? അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, അതായത് ആർക്കും ചെയ്യാവുന്ന സ്വന്തം മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണിൽ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ്. കേരള സർക്കാർ നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുക എന്നുള്ള സേവനം ഫേസ്ലെസ് ആണ്. അതായത് ഒരാൾ എവിടെയും അതിനുവേണ്ടി ഹാജരാവാത്ത രീതിയിൽ പുതുക്കാവുന്ന ഒരു സംവിധാനമായിട്ടാണ്, ഒരു സർവീസായിട്ടാണ് അത് ചെയ്യുന്നത്. ആരും എവിടെയും പോകേണ്ട കാര്യമില്ല. ഈ സാധനം, ഈ ലൈസൻസ് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് തന്നെ നമ്മളുടെ മൊബൈൽ ഫോണിൽ അതിൻ്റെ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസുകളൊക്കെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൻ്റെ കീഴിൽ കേന്ദ്ര ഉപരി ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വരുന്ന സംഗതിയാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസുകളും വാഹനത്തിൻ്റെ RCകളും. അപ്പോൾ ഇതിൽ പുതുക്കാൻ ഓൾ ഇന്ത്യ ഒരേ എന്താ പറയുക സൈറ്റ് തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ നിയമങ്ങളും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ പരിവാഹൻ സൈറ്റിലൂടെയാണ് നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഇപ്പം വാഹന സംബന്ധമായിട്ടാണെങ്കിലും ലൈസൻസ് സംബന്ധമായിട്ടാണെങ്കിലും എന്ത് സർവീസിനും നമ്മൾ പോകേണ്ട സൈറ്റ്, നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് പരിവാഹൻ സൈറ്റാണ്. ഈ പരിവാഹൻ സൈറ്റിൽ 2 പോർട്ടലുകളുണ്ട്. ഒന്ന് ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാരഥി എന്ന് പറയുന്ന പോർട്ടലും, രണ്ടാമത്തത് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹൻ എന്ന് പറയുന്ന പോർട്ടലുമാണ്. അപ്പോൾ ലൈസൻസ് റിന്യൂവൽ എന്ന് പറയുന്നത് സാരഥി പോർട്ടലിലൂടെ നമ്മൾ സേവനം നേടേണ്ട
കാര്യമാണ് ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാം. അപ്പോൾ അതിൽ സാരഥി പോർട്ടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആണോ നമ്മളുടെ ലൈസൻസ് എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പോർട്ടലിൽ തന്നെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്താൽ മാത്രം മതി ഡ്രൈവിംഗ് ലൈസൻസ് അത്രയും സിമ്പിളായിട്ട് പുതുക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് നമുക്ക് എന്നാണോ കാലാവധി തീരുന്നത് ആ കാലാവധിക്ക് 1 വർഷം മുന്നേ തൊട്ട് നമുക്ക് പുതുക്കാം. 1 വർഷം വരെ 1 വർഷം മുന്നേ മുതൽ നമുക്ക് പുതുക്കാം. 1 വർഷം. അപ്പൊ മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് തീരുന്നതിന് 1 മാസം മുമ്പേ ആയിരുന്നു പുതുക്കാൻ പറ്റിയിരുന്നത്. മുൻപ്, അതായത് 2019 മുൻപ്. അത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആള് സ്ഥലത്തില്ല, അല്ലെങ്കിൽ ആള് വരാൻ ഇപ്പം വിദേശത്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ വേറെ എവിടെയെങ്കിലാണ്. അങ്ങനെ അപ്പൊ ഈ ഒരു 30 ദിവസത്തിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. 1 വർഷം മുമ്പ് തൊട്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും റിന്യൂ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ വിദേശത്താണ്, നിങ്ങൾ ഇവിടെ വാഹനം ഓടിക്കുന്ന ആളല്ല, പക്ഷെ നിങ്ങളുടെ ലൈസൻസ് തീരാൻ പോവുകയാണെങ്കിൽ 1 വർഷം വരെയും നിങ്ങൾക്ക് ഇത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഓൺലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു ഫൈനോ വേറെ ഒരു കാര്യങ്ങളോ ഇല്ലാതെ വെറും ഫീസ് മാത്രം അടച്ച് ലൈസൻസ് തീരുന്ന ഡേറ്റിന് 1 വർഷം മുന്നേ തൊട്ട് ലൈസൻസ് തീർന്ന് 1 വർഷം ശേഷം വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 2 വർഷം. പക്ഷേ വ്യത്യാസം, നമ്മളുടെ ലൈസൻസ് തീർന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 30 ദിവസം വരെ ഇതിനൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്, ഒരു വാലിഡിറ്റി കിട്ടും, പുതുക്കാനുള്ള തീയതി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈസൻസ് ഇല്ല, നമ്മുടെ ലൈസൻസ് വാലിഡിറ്റി കഴിഞ്ഞു. ആ ലൈസൻസ് വെച്ച് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ സ്ഥലത്തില്ലാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ വാഹനം ഓടിക്കുന്നില്ല, നിങ്ങൾ വിദേശത്താണെങ്കിൽ, നിങ്ങൾക്ക് ഈ ലൈസൻസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പുതുക്കാൻ വീണ്ടും 11 മാസം കൂടി സമയമാണ്. ഈ 1 മാസം ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് വീണ്ടും ഒരു 11 മാസം വരെ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫൈനോ വേറെ ഒന്നും കൂടാതെ ഓൺലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് പുതുക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ. അത് കഴിഞ്ഞാലോ, ആ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 വർഷം, അതായത് നമ്മുടെ ലൈസൻസ് ഡേറ്റ് തീരുന്നത് തൊട്ടിട്ട് 1 വർഷം വരെയുള്ള പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് എക്സ്പയർഡ് ആയി. ഇനി നമുക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ലൈസൻസ് റിന്യൂ ചെയ്യുക എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആ ലൈസൻസ് എടുത്തെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് റീവാലിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതും സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പുതിയൊരു ലൈസൻസ് എടുക്കുന്ന രീതിയിൽ എടുക്കണം. എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അയാളുടെ ലൈസൻസ് റീവാലിഡേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അയാൾക്ക് ലൈസൻസിൽ ഏതൊക്കെ വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ആണ് ഉള്ളത്, ക്ലാസ്സുകൾ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ മോട്ടോർ സൈക്കിളും LMV, അല്ലെങ്കിൽ അയാൾക്ക് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ എത്ര ക്ലാസ് ഉണ്ടോ അത്രയും ക്ലാസ്സിനുള്ള ഫീസ് അടയ്ക്കണം. എന്നിട്ട് അത് ലേണേഴ്സ് ഓർഡർ ആക്കിയതിന് ശേഷം അവർക്ക് ഉള്ള ഒരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ, ഓൾറെഡി ഇയാൾ ലൈസൻസ് ഉള്ള ഒരാളായതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ലേണേഴ്സ് ഓർഡർ ആയി കഴിഞ്ഞാൽ 30 ദിവസം പഠിക്കാനുള്ള സമയത്തിന് ശേഷം മാത്രമേ ടെസ്റ്റ് കൊടുക്കാൻ പറ്റൂ. പക്ഷെ ഇയാൾക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ള ആളായതുകൊണ്ട് ലേണേഴ്സ് ഓർഡർ ആക്കി അയാൾക്ക് തൊട്ടടുത്ത ഡേറ്റ് ഏതാണോ ഡ്രൈവിംഗ് ടെസ്റ്റിന് കിട്ടുന്നതെങ്കിൽ ആ ഡേറ്റിന് പോയിട്ട് ഈ വാഹനങ്ങൾ അയാൾ റോഡിൽ ഓടിച്ച് കാണിച്ചു കൊടുക്കണം. ലേണിംഗ് വേണ്ട, ലേണിംഗ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് കൊടുക്കണ്ട, പക്ഷെ ഓർഡർ ആക്കണം. ലേണേഴ്സ് ലൈസൻസ് ഓർഡർ ആക്കാം. കാരണം ഒരു വാഹനം ഓടിച്ച് കാണിക്കാൻ വേണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വാലിഡ് ലൈസൻസ് വേണം. നിലവിൽ അയാളുടെ ലൈസൻസ് ശരിക്കുള്ള അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തീർന്നതുകൊണ്ട് അയാൾക്ക് ഡ്രൈവിംഗ് ഓടിച്ച് കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ലേണേഴ്സ് ലൈസൻസ് വേണം. ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അയാൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്ത് ഓടിച്ച് കാണിച്ചു കൊടുത്തു. പരീക്ഷ എഴുതണ്ട, റോഡിൽ ഓടിച്ച് കാണിച്ചാൽ മതി. അത് ഞാൻ പറയുന്നത് 1 വർഷം കഴിഞ്ഞ് 5 വർഷം വരെ ഇതാണ് പ്രൊസീജിയർ. 5 വർഷം ആവുന്നത് വരെ റോഡിൽ ഓടിച്ച് കാണിച്ചാൽ മതി. എന്നാൽ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ ഓടിച്ചാൽ പോരാ, പാർട്ട് 1ഉം പാർട്ട് 2ഉം എന്ന് വെച്ചാൽ, ഇപ്പോൾ കാറാണെങ്കിൽ H, ബൈക്കാണെങ്കിൽ 8, ഹെവി ആണെങ്കിൽ T, ഇത് ഏതാണോ അപ്പോഴത്തെ പാർട്ട് 1 എങ്കിൽ അതും പിന്നെ റോഡ് ഓടിച്ച് കാണിച്ചു കൊടുക്കും. ഫസ്റ്റ് മുതൽ ശരിക്കും. ഇത് കൂടാതെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ലൈസൻസ് പുതുക്കാൻ 500 രൂപയിൽ താഴെ മാത്രമാണ് ഫീസ് ആവുന്നത്, സർക്കാരിലേക്കുള്ള ഫീസ്. എന്നാൽ ലൈസൻസ് റിന്യൂവൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓരോ വർഷത്തേക്കും തെറ്റിയിട്ടുള്ള ലൈസൻസ് റിന്യൂവൽ തെറ്റിയതിന് ശേഷം വരുന്ന ഓരോ വർഷത്തേക്കും 1000 രൂപ വെച്ചിട്ട് പിഴയുണ്ടാവും. അതും വലിയൊരു സംഖ്യയായി മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ലൈസൻസ് തെറ്റി 1 വർഷം വരെ 1000 രൂപ പിഴയടയ്ക്കണം. 1 വർഷം കഴിഞ്ഞ ലൈസൻസ് ആണ് നമ്മൾ പുതുക്കാൻ പോകുന്നതെങ്കിലാണ് ഈ പിഴ വരുന്നത്. പക്ഷെ 1 വർഷം കഴിഞ്ഞു പോയാൽ ആ 1 വർഷത്തെ പിഴ വരും. അടുത്ത 2 വർഷം വരെ രണ്ടാമത്തെ പിഴ വരും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ ഒരു ലൈസൻസ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് 5000 രൂപ പിഴയിനത്തിൽ തന്നെ വരും. അതും വലിയൊരു സംഖ്യ. അത് ഈ ഒരു ചെറിയ നമുക്ക് ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുക എന്നുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനിപ്പോൾ വളരെ വളരെ എന്താ പറയാ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യം കേന്ദ്ര മോട്ടോർ വാഹന മന്ത്രാലയത്തിന്റെ ഒരു ആപ്പുണ്ട്, M പരിവാഹൻ, മൊബൈൽ പരിവാഹൻ ആപ്പ് എന്ന് പറയുന്ന
ഒരു ആപ്പ് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത്, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളുടെ എല്ലാ വാഹനവുമായി ബന്ധപ്പെട്ട ലൈസൻസ് ആകട്ടെ, വാഹനങ്ങൾ നമ്മളുടെ ഏതൊക്കെ വാഹനങ്ങളുണ്ടോ ആ വാഹനങ്ങളൊക്കെ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് വെക്കാം. അപ്പോ ഈ ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ റിന്യൂവലോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വരാനുള്ള സംവിധാനം പോലും നമുക്കുണ്ട്. ഞാൻ നേരത്തെ സാർ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത് കഴിഞ്ഞ ലക്ഷം ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലൈസൻസ് തീരുന്നതിന് മുൻപ് ഇപ്പൊ നമുക്ക് ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കുന്ന ഓഫീസിൽ നിന്ന് വിളിക്കും, അവർക്ക് പൈസ ഇട്ടാണ്ട്. ഇനിയിപ്പോ പുകന്റെ ടെസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു വിളിച്ചിട്ട് ഇങ്ങനെ തീർന്നിട്ടുണ്ടോ എന്നതുപോലെ നിങ്ങളുടെ ലൈസൻസ് തീരാറായിട്ടുണ്ട് എന്നൊരു മെസ്സേജ് എങ്ങനെ ചെയ്യാൻ അതിനുള്ള സംവിധാനമാണ്. പക്ഷേ ഇതൊന്നുമല്ല. അതായത് മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനം ഓടിക്കുന്ന ഒരാൾ അയാളുടെ കയ്യിൽ നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ട രേഖയാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പൊ ഈ വാഹനം ഓടിക്കാൻ പോകുന്ന ആള് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഓരോ പ്രാവശ്യം അയാൾ വാഹനം ഓടിക്കാൻ പോകുന്ന സമയത്ത് നോക്കണം എന്നാണ് സാമാന്യ ഒരു ഡ്രൈവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പക്ഷേ അപ്പോ സാധാരണ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ അയാൾ അത് വളരെ നന്നായി മടക്കിയിട്ട് നമ്മളുടെ അലമാരയിൽ വളരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് പേഴ്സിന്റെ ഉള്ളിൽ വെക്കും, അല്ലെങ്കിൽ പേഴ്സിനുള്ളിൽ വെച്ചേക്കും. എപ്പോഴെങ്കിലും ചെക്കിംഗ് ഉണ്ടാവുന്ന സമയത്ത് എടുത്ത് കാണിക്കാം എന്നുള്ള നിലക്കാണ് അത് വെക്കുന്നത്. എന്നാൽ ചെക്കിംഗ് അല്ല ഇതിന്റെ ഒരു മാനദണ്ഡം. ചെക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിട്ട് ഉള്ള ഡ്രൈവർമാരുടെ എണ്ണവും ചെക്ക് ചെയ്യാനുള്ള അധികാരികളുടെ എണ്ണവും വെച്ച് നോക്കുകയാണെങ്കിൽ അത് 1% പോലും വരുന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ വണ്ടി ഓടിച്ച ആൾക്ക് ഒരു സമയത്ത് പോലും ചെക്കിംഗ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ചെക്കിങ്ങിന് അധികാരപ്പെടുത്തിയ ആൾ ചെക്ക് ചെയ്യേണ്ടാത്തൊരു സാഹചര്യമുണ്ട്. എല്ലാ ആളുകളെയും എല്ലാ സമയത്തും ഒന്നും ചെക്ക് ചെയ്യാൻ അതിന് മാത്രമുള്ള ആളുകൾ നമുക്കില്ല. അപ്പൊ ഇത് ഓരോ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. അയാൾ വാഹനം ഓടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒറിജിനൽ ലൈസൻസ് വേണമെന്ന് നിയമം വെച്ചിരിക്കുന്നത് തന്നെ അതിനാണ്. അയാളെ ലൈസൻസ് എടുത്ത് നോക്കണം, എൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ടോ എന്നത്. അപ്പൊ ഇത് ഓരോ പ്രാവശ്യം വാഹനം ഓടിക്കുമ്പോഴും അയാൾ നോക്കേണ്ട കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ അയാൾക്കൊരു വിവരം ഇല്ലാതെ തന്നെ അയാൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. പക്ഷെ എന്നാലും ഈ സർക്കാർ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. എം-പരിവാഹൻ ആപ്പിൽ നമ്മളുടെ ലൈസൻസ് എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡ് റിന്യൂവലിനുള്ള സമയമാകുമ്പോഴേക്കും അതിൽ നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ആ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ചെയ്തു. പിന്നെ അടുത്തത് നമ്മള് ഇപ്പം ആപ്പിൻ്റെ പറഞ്ഞു, ഇത് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ അത് കുറച്ച് കോൺസിക്യൂഷൻ ആണ്, അതിലേക്ക് നിന്നിട്ട് ഇപ്പൊ തെറ്റുണ്ട്. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് അതിൽ ഇപ്പം ബുദ്ധിമുട്ടാവണല്ലേ, അക്ഷയ അല്ലെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് അതിന് പ്രൊസീജിയർ നിങ്ങൾ തന്നെ പറയണ കാഴ്ചന്റെ അല്ലേ, അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടുള്ളൂ. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, കേരള മോട്ടോർ വാഹന വകുപ്പ് ഈ സേവനങ്ങളൊക്കെ ഫേസ്ലെസ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ആളെ കാണണ്ട. മോട്ടോർ വാഹന വകുപ്പിലെ ഓഫീസിലുള്ള ആളുകൾക്ക് ഈ സേവനം എടുക്കുന്ന ആളുകളെ കാണണ്ട. അവരുടെ സേവനത്തിന് വേണ്ടി അവർ ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ മാത്രം മതി. അത് കൃത്യമായിട്ട് ഇവിടുന്ന് അതാത് ആരാണോ അധികാരപ്പെടുത്തിയിട്ടുള്ള അവരത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് വിടും എന്നാണ് ഇപ്പോഴത്തെ സംവിധാനം. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്രായം കൂടിയ ആളുകൾ, ഇപ്പോഴുള്ള ആളുകൾക്ക് ഇതൊക്കെ അറിയാം. എന്നാലും കുറച്ച് പ്രായമുള്ള ആളുകൾ, കുറച്ച് പഴയ ആൾക്കാർ, ഇതുമായി ബന്ധമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഈ പറഞ്ഞ സർക്കാർ സംവിധാനങ്ങളാണ് അക്ഷയ, അല്ലെങ്കിൽ ഓരോ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിന് മുന്നിലും ഓരോ കുടുംബശ്രീ സേവന കേന്ദ്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ ഒരു ഫീസ്, നാമമാത്രമായിട്ടുള്ള ഫീസ് കൊടുത്ത് നമുക്ക് ഈ സേവനം എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേവനങ്ങൾക്കൊക്കെ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. അതായത് നമ്മൾ നേരിട്ട് പോകാത്തത് കൊണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കേണ്ടിയിരുന്ന പല ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ കുറച്ചൊരു സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മളിപ്പോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. നമ്മൾ ആകെ ചെയ്യേണ്ടതൊന്ന് കാഴ്ച പരിശോധിക്കുക. അതിന്റെ എക്സ്പയർ വേണ്ടിയുള്ള പ്രൊസീജിയർ. ഒരു ലൈസൻസ് എക്സ്പയർ ആയാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിനുള്ള അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓൺലൈനായിട്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയാൽ മതി. ഫോം 9 എന്ന് പറയുന്ന ഫോമിലാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്, റിന്യൂവലിന്റെ ഫോമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് അതിന് കൂടെ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ വെക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ കൂടെ വെക്കണം. ഇപ്പോൾ അത് നമ്മൾ അത് അപ്ലോഡ് ചെയ്യും. ഒന്നതാണ്. രണ്ടാമത് 40 വയസ്സ് വരെയുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുക. അവരുടെ ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ
അവർക്ക് അവരുടെ കണ്ണ് പരിശോധിച്ച വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പരിശോധിച്ച ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിന്റെ കൂടെ വെക്കാനുണ്ടാവും. അവരുടെ കണ്ണിന് കൃത്യമായിട്ടുള്ള കാഴ്ചയുണ്ട്, ഇത്ര അനുവദിച്ചിരിക്കുന്ന അത്രയും അവർക്ക് കാഴ്ചയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അത് ഏതെങ്കിലും ഒരു അംഗീകൃതമായിട്ടുള്ള കാഴ്ച പരിശോധിക്കുന്ന ഡോക്ടർ എന്ന് വെച്ചാൽ ഒഫ്താൽമോളജിസ്റ്റ്, കണ്ണ് പരിശോധിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ ആയുർവേദ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ സർക്കാർ അംഗീകരിച്ച ഡോക്ടർ ആയിരിക്കണം എന്ന് മാത്രമേ നിയമമുള്ളൂ. ഇത് കൂടാതെ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് റിന്യൂ ചെയ്യുന്നതെങ്കിൽ അവർ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ ഫോം 1A എന്ന് പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ അപേക്ഷ സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ കണ്ണ് പരിശോധിക്കാനുള്ള സർട്ടിഫിക്കറ്റും ഫോം 1Aയും കൂടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ അംഗീകൃത ഡോക്ടറുടെ അടുത്ത് പോയി ഇത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആദ്യം 1 ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യണം, 2 ഈ പറയുന്ന 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ഫോട്ടോ ഉണ്ടായിക്കോട്ടെ, ഫോട്ടോ വേണം അല്ലേ? ഫോട്ടോ ആയിട്ടില്ല. ഇത് ഈ കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് 40 വയസ്സ് വരെയുള്ള, 40 കഴിഞ്ഞ ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ കണ്ണ് പരിശോധിച്ചതും ഫിസിക്കലും. ഇത് കൂടാതെ ട്രാൻസ്പോർട്ട് ലൈസൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് ആളാണെങ്കിലും, പ്രായമല്ല, അതിൽ ട്രാൻസ്പോർട്ട് ലൈസൻസ് ആണെങ്കിൽ അവർക്ക് കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റിന്റെ കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും വേണം. ഈ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ഫോട്ടോഗ്രാഫ്. നമ്മളായിട്ട് ഇപ്പൊ 20 വർഷത്തേക്ക് തന്നിട്ടുള്ള ഒരു ലൈസൻസിലുള്ള ആളുടെ ഫോട്ടോഗ്രാഫ് ഇപ്പൊ അയാൾക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നിയമപ്രകാരം ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ മാറ്റാനുള്ള ഓപ്ഷൻ ഇപ്പൊ നിയമത്തിലുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫോട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം. എന്നാൽ ഇങ്ങനെയുള്ള സർവീസസ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഫോട്ടോ മാറ്റണം. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള. ഇത് കൂടാതെ നമ്മളുടെ ഒരു ഒപ്പും കൂടെ സ്കാൻ ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്യാം. ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫീസ് അടയ്ക്കാനുള്ള സ്റ്റേജാണ്. അപ്പോൾ ഇത് എത്രയാണോ നിശ്ചിത ഫീസ് എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഏത് സംവിധാനം ഉപയോഗിച്ചു, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയാക്കാം, അല്ലെങ്കിൽ ഏത് UPI സംവിധാനം ഉപയോഗിച്ചും നിങ്ങൾക്ക് ഗൂഗിൾ പേയോ പേടിഎമ്മോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ അടയ്ക്കാവുന്നതാണ്. ഇത്രയും അടച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് പുതുക്കാനുള്ള ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വരും, നിങ്ങൾ സക്സസ്ഫുള്ളി അപേക്ഷ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓഫീസിൽ നിന്നാണ് ഇന്ന് നിങ്ങൾ ഫീസ് അടച്ച ഡേറ്റ് എന്നാണോ അന്ന് തൊട്ട് നിങ്ങൾക്ക് ലൈസൻസ് റിന്യൂ ആയി കിട്ടും. കഴിഞ്ഞു. അതായത് ഇപ്പൊ ഇന്ന് നിങ്ങൾ ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള ഫീസ് അടച്ചെന്ന് വിചാരിക്കാം, ലൈസൻസ് ഹോൾഡറായി. ഇത് ചിലപ്പോൾ ഓഫീസിലെ തിരക്കുകൾക്ക്, അതായത് വരുന്ന അപേക്ഷകളുടെ തിരക്കുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ 1, 2, 3 ചിലപ്പോൾ ഒരാഴ്ച വരെ സമയം പിടിക്കാറ് വലിയ ഓഫീസുകളൊക്കെ. അത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും ചെയ്ത് ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പൊ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. ഇനി നിങ്ങൾക്ക് മെസ്സേജ് വരികയാണ് ചെയ്യുക, നിങ്ങളുടെ ലൈസൻസ് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നാൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിങ്ങൾക്ക് ലൈസൻസ് പോസ്റ്റലായി വരാൻ ഒന്നും കാത്തു നിൽക്കണ്ട. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ഡിജി ലോക്കറിലോ അല്ലെങ്കിൽ പരിവാഹൻ ആപ്പിലോ സൂക്ഷിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹാർഡ് കോപ്പി എടുത്ത് അത് ലാമിനേറ്റ് ചെയ്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ. മോട്ടോർ വാഹന വകുപ്പ് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എവിടെ ചെക്കിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ലൈസൻസ് ഡിജി ലോക്കറിലോ പരിവാഹൻ ആപ്പിലോ കാണിച്ചാൽ മതി. ഇനി അതല്ല, ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അല്ലെങ്കിൽ ഈ ചെക്ക് ചെയ്യുന്ന അധികാരപ്പെടുത്തിയിരുന്ന ആളുകൾക്കൊക്കെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് നമ്പർ ഓർമ്മയുണ്ടായാൽ മതി. ലൈസൻസ് നമ്പർ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് റിട്രീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ അറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പേഴ്സിന്റെ അകത്ത് സുരക്ഷിതമായിട്ട് ലൈസൻസ് വെക്കുന്നത് കൊണ്ട് ഈ അടുത്ത കാലത്ത് കേട്ടത് 1 കോടി രൂപയിലേറെ സാമ്പത്തിക ബാധ്യത ചെയ്യേണ്ടി വന്നു. കാരണം മരിച്ച ആളെ ബാക്ക്ഗ്രൗണ്ട് അത് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ, MACT വിധിക്കുന്നത് എത്രയാണോ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് വാഹനത്തിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ വാഹനം ഓടിച്ച ആള്. രണ്ടുപേരും തുല്യമായി ബാധ്യസ്ഥരാണ്. പക്ഷെ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാധ്യത ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുക. ഇതിലൊരു ക്ലിയറൻസും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തിനോ കുടുംബക്കാർക്കോ അനിയനോ ചേട്ടനോ നമ്മൾ ഒരു വാഹനം കൊടുക്കുകയാണ്, അവരുടെ ലൈസൻസ് എക്സ്പയർ ആണെങ്കിൽ ആ വണ്ടിയുടെ ഉടമ പോലും അതിന് ബാധ്യസ്ഥനാകും.
ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഉടമസ്ഥര് തർക്കിക്കാറുണ്ട്. ഉം. കാരണം ഞാനല്ല വണ്ടി ഓടിച്ചത്. ഓടിച്ചിരിക്കുന്ന വേറെ ആളാണ്. ഉം. പക്ഷെ അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ചു എന്നുള്ളത്, ഡ്രൈവർ ലൈസൻസ് ഇല്ല എന്നുള്ളത് ഉടമസ്ഥന്റെ ബാധ്യതയാണ്. നിയമത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ ഓടിക്കുന്ന കുറ്റം എന്നല്ല, ആ ഒരു വീഴ്ച പോലും ആ. മോട്ടോർ വാഹന നിയമത്തിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിച്ചു എന്നല്ല കുറ്റം. ആ. കുറ്റം എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്തു എന്നാണ്. അങ്ങനെയും വരുന്നത്. അങ്ങനെയാണ് നിയമം. ഇത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു വാഹനം വണ്ടി ഓടിച്ചാൽ ഉടമയ്ക്ക് ഇതേപോലെ തന്നെ വരുന്നുണ്ട്. അതായത് നമ്മൾക്ക് വരുന്ന കേസ് എന്ന് പറയുന്നത് ഈ ചലാൻ വെച്ചിട്ടാണ് ഇപ്പൊ കേസുകൾ. നിങ്ങൾ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിച്ചു എന്നല്ല കേസ്. ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ സംഭവിക്കുക, ഓണർ വന്നിട്ട് പറയും, സാറേ ഞാനല്ല വണ്ടി ഓടിച്ചത്, എൻ്റെ ഇന്ന ആളാണ്, കസിനാണ് അല്ലെങ്കിൽ സുഹൃത്താണ് എന്ന് പറയും, അതുകൊണ്ട് ഞാൻ ഫൈൻ അടയ്ക്കില്ല എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ല, ഡ്രൈവർ വേറെ ആയതുകൊണ്ട് അയാൾ അടയ്ക്കട്ടെ, അല്ലെങ്കിൽ എന്റെ വണ്ടിക്ക് എന്തിനാണ് ഞാൻ ഒരു ഫൈൻ വന്നത് എന്ന് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ്. ശരി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി ഓടിച്ച ആളെ പേരിലല്ലല്ലോ ഫൈൻ വരുന്നത്, ആ വണ്ടിയുടെ നമ്പർ എടുത്തിട്ട് വണ്ടിക്കാണല്ലോ ഫൈൻ വരുന്നത്. അത് ശരിക്കും വണ്ടിയുടെ ഉടമസ്ഥനാണ് ഇപ്പൊ വണ്ടിക്കാണ് ഫൈൻ വരുന്നത്, വണ്ടിയുടെ ഉടമസ്ഥൻ. അതേപോലെ വണ്ടിക്കല്ല, വണ്ടിയുടെ ഉടമസ്ഥൻ. ഓടിക്കുന്ന ആൾക്ക് രണ്ടാമത് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടിച്ചാൽ, അയാൾ പിടിക്കപ്പെട്ടാൽ അതിനുള്ള ഫൈൻ എന്താണ്? ഒന്ന്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത് ആൾക്ക് 5000 രൂപ ഫൈൻ. അതുകൂടാതെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തതിന് ഓണർ 5000 രൂപ ഫൈൻ അടയ്ക്കണം. അങ്ങനെയാണ് 10000 രൂപ ഫൈൻ വരുന്നത്. അപ്പൊ ഇതൊന്നും ഫൈനുകളല്ല കേട്ടോ, ഇതൊക്കെ കോമ്പൗണ്ടിങ് ഫീസുകളാണ്. അതായത് അടച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ആ കേസ് തീർപ്പാവും. കോടതിയിൽ പോകുമ്പോഴാണ് ഇത് ഫൈനായി മാറുന്നത്. ഏതായാലും ഇങ്ങനെയാണ് സംവിധാനം. വാഹന ഉടമസ്ഥനാണ് വാഹനത്തിന്റെ എപ്പോഴും എന്ത് സംഭവിച്ചാലും റെസ്പോണ്ടിങ് പേഴ്സൺ അയാളാണ് ആദ്യത്തെ ബാധ്യതപ്പെട്ട ആൾ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കണം. ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്കാണ് വാഹനം കൊടുത്തത് എന്ന് നിങ്ങൾ ചിലപ്പോൾ അറിയില്ല. അപ്പൊ നിങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളൊരാൾക്ക് വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും കാര്യത്തിൽ, പ്രൈവറ്റ് വാഹനങ്ങൾ ഒന്നാമത് നമ്മൾ വേറെ ആർക്കും സ്വന്തം ഉപയോഗത്തിനല്ലാതെ കൊടുക്കാൻ പാടില്ല. കാരണം അത് എന്തെങ്കിലും പൈസ വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അഥവാ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ സ്വന്തം വണ്ടി കൊടുക്കുകയാണെങ്കിൽ ബാധ്യത നിങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കുക. ലൈസൻസ് അയാൾക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളാണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ലൈസൻസ് എക്സ്പയർ ആയി എന്നുള്ളത് ശ്രദ്ധിക്കുക മാത്രമല്ല, ഇന്ന് നമ്മൾ ഷൈജൻ സാറോട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ വാഹനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ലൈസൻസ് ഉണ്ടോ, അതേപോലെ തന്നെ അവരുടെ ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. ഇല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് പോലെ കിടപ്പാടം വിറ്റാൽ പോലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് നികത്താനാവില്ല. എന്തായാലും ഇതുവരെ ഞങ്ങളോട് സഹകരിക്കുകയും ഈ വിലപ്പെട്ട അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്ത സാറിന് താങ്ക് യു സാർ.